ഇന്നലെ രാത്രി കരടിയെത്തിയ കാരക്കാമലയിലെ മാങ്കാണി തറവാടാണിത്. വൈകിട്ട് 10:30 കരടി ഈ തറവാടിൻ്റെ സമീപത്തുള്ള ഈ ഒരു സ്റ്റോറിൽ എത്തുകയും അവിടെ നിന്നും പഞ്ചസാര എടുത്തു കൊണ്ടുപോവുകയും ചെയ്തതിന് ഇവർ സാക്ഷികളാണ്. ആ പഞ്ചസാരയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് ഇന്നലെ വെള്ളമുണ്ട പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ ഈ കരടിയുടെ സാന്നിധ്യം കൃത്യമായ രീതിയിൽ തന്നെ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പോലും പുറത്ത് വന്നിട്ടുള്ളതാണ്. എന്തായാലും ഇതിനു ശേഷമാണ് ഇന്നലെ രാത്രി യാത്ര ചെയ്ത് കരടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പനമര മേഖലയിലേക്ക് ഇത് പോയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. കരിങ്കാലി പാടത്താണ് ഈ കരടിയുടെ സാന്നിധ്യം ഇന്നലെ കൃത്യമായ രീതിയിൽ തന്നെ കണ്ടത്. അവിടെ വെച്ച് വെടിയുതിർക്കാൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തി, പക്ഷേ വിജയം കണ്ടില്ല. കാരണം പല ഘട്ടങ്ങളിലും വലിയ ആൾക്കൂട്ടം ആ മേഖലയിലുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പ്രതിസന്ധിയായി എന്നുള്ളതാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. മാത്രമല്ല ഇവിടെ ഈ പ്രദേശത്ത് ഇതാണ് ആ സ്റ്റോറ്. ആ സ്റ്റോറിനകത്തേക്ക് വരികയും അത് തല്ലി തകർക്കുകയും ചെയ്തു. തല്ലി തകർത്ത ശേഷമാണ് ഇവിടെ നിന്നും പഞ്ചസാരയുമായി ഇത് മടങ്ങിയത്. ഇതിന് ആ ഒരു കാഴ്ചയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഭയമുണ്ട്. ചേച്ചി, ഇവിടെയുള്ള ആൾ തന്നെയാണോ? തൊട്ടടുത്താണ്, മേലെയാണ്. നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു സാറേ. നമ്മുടെ നാട്ടിൽ ഇതുവരെ അങ്ങനത്തെ സാധനമൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തൊന്നും കടന്നിട്ടില്ല. നേരം വെളുത്തിട്ട് നമുക്ക് ഭയമാണ് പുറത്ത് കിടക്കാം. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. നമ്മൾ അറിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞ് ടി വിയിൽ കണ്ടിട്ട് പറഞ്ഞ് തോണിച്ചാലിൽ പിന്നെ കരടി എത്തിയെന്ന്. അപ്പോൾ ടി വിയിൽ കണ്ടതായിരുന്നു. അത് ഞങ്ങൾ വലിയ ഇതാക്കിയിട്ടൊന്നുമില്ല. അതിൻ്റെ 10-11 മണി വരെ ടി വി ഒക്കെ കണ്ട് പോയി കിടന്നു. അങ്ങനെ ഉറക്കം പിടിച്ച് വരുമ്പോൾ മഴങ്ങി വരുമ്പോൾ ഇവരൊക്കെ വിളിക്കുന്നു ഫോൺ കോൾ, കരടി തറവാട്ടിൽ വന്നെന്ന്. പിന്നെ പുറത്ത് കിടക്ക് പേടി, അങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ പേടിച്ചിട്ട് പുറത്ത് ഇറങ്ങിയിട്ടേ ഇല്ല. നല്ല പേടിയായിരുന്നു. രാത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് വന്നു. 2 വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആള് എല്ലാം ഞങ്ങൾക്കൊരു മാർഗനിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു, പുറത്തിറങ്ങരുത്. പിന്നെ തൊട്ടടുത്ത് അറിയാത്തവർക്ക് ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് ഇവിടെ ഇത്ര അരമണിക്കൂറിൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നിട്ട് അവർ പോയത്. തോണിച്ചാലിലാണ് കരടി. ആദ്യം പയ്യമ്പള്ളിയിലാണ് കണ്ടത്. അതിനുശേഷം പിന്നീട് വള്ളിയൂർക്കാവിലെത്തി കരടി. അതിനുശേഷം തോണിച്ചാലിലെത്തി. തോണിച്ചാലിൽ നിന്ന് എടവക പഞ്ചായത്തിലേക്ക് കടന്നു. എടവക പഞ്ചായത്തിൽ നിന്ന് ഇന്നലെ വെള്ളമുണ്ട പഞ്ചായത്തിലേക്ക് കരടി നീങ്ങുന്നു. ആ ഒരു കാഴ്ചയാണ്. ഇവിടെ നിങ്ങൾ കരടീനെ നേരത്തെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കണ്ടിട്ടില്ല. ആദ്യത്തെ അനുഭവമാണോ? ആദ്യത്തെ അനുഭവം. കണ്ടിട്ടില്ല. വരുമ്പോൾ വാരൊക്കെ തള്ളി തുറന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അതിൻ്റെ വായിന്ന് എന്തെങ്കിലും അതിൻ്റെ അകത്തും കയ്യിൻ്റെ പാടുമുണ്ട്. പിന്നെ അവിടെ പഞ്ചസാര കുറച്ച് മറിഞ്ഞിട്ടുണ്ട്. പിന്നെ വന്ന് ഞങ്ങൾ തോട്ടം ഇതിലൊക്കെ നോക്കി എവിടെയും കൊണ്ടോ നോക്കുമ്പോൾ ഇല്ല. പക്ഷെ പേടിയുണ്ട്. എല്ലാവരും കൂടി ആകുമ്പോൾ പിന്നെ പേടിയില്ലല്ലോ. അങ്ങനെ നോക്കി കണ്ടില്ല. വനംവകുപ്പുകാർ വന്ന് പിന്നെ കുറേ നേരം ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കുറേ ഇരുന്ന് ഒരു മണിക്കൂറോളം ഇരുന്ന് പിന്നെ പറഞ്ഞ് ഞങ്ങൾ പേടിക്കണ്ട, ഉറങ്ങിക്കോളി, ഞങ്ങൾ റോട്ടും കൂടെ ഉണ്ട്, ഞങ്ങൾ ഉറങ്ങൂല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. എന്തായാലും പയ്യമ്പള്ളി മേഖലയിൽ, അതായത് കുറുവാദ്വീപിൻ്റെ അടുത്താണ് ഈ പയ്യമ്പള്ളി എന്ന് പറയുന്ന പ്രദേശം. ആ കുറുവാദ്വീപിൻ്റെ ആ കാട്ടിൽ നിന്നാകാം ഒരുപക്ഷെ ഇത് പുറത്തേക്ക് വന്നത് എന്നാണ് കരുതുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഇത്ര മണിക്കൂറുകളായി 3 ദിവസമായി ജനവാസ മേഖലയിലൂടെയാണ് ഇതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ഇന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും വെച്ച് ഇതിനെ കാണുകയാണെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ശ്രമം തന്നെയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. രാത്രിയെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോമ്പിങ് നടത്തുന്നുണ്ടായിരുന്നു. പല മേഖല കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കരടിയെ മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല. 2-3 തവണ കരടി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. എന്നിട്ട് പോലും മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യം ഒത്തിണങ്ങിയാൽ സ്വാഭാവികമായും മയക്കുവെടി വെച്ച് അതിനെ പിടികൂടാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.